ഗസയുടെ ഫലസ്തീന്റെ വിമോചന പോരാട്ടത്തിന്റെ ഒപ്പം അടിപതറാതെ നിലയുറപ്പിച്ച അഭിമാനകരമായ ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട്. നമ്മൾ എല്ലാ കാലത്തും ഫലസ്തീന്റെ മണ്ണ് ഫലസ്തീനികളുടേതാണ് എന്ന് ആരെയും ഭയക്കാതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ, ആ കപ്പലിന് പാശ്ചാത്യ രാജ്യമായ ഫ്രാൻസ് തടഞ്ഞു വെച്ചു. ആ കപ്പൽ നിറയെ ആയുധങ്ങളാണ്. ആ ആയുധങ്ങൾ ആകെ പോകുന്നത് ഇസ്രയേലിന്റെ ആയുധപ്പുരകളിലേക്കാണ്. ഫ്രാൻസ് എന്ന രാജ്യം ആ ആയുധ കപ്പലുകൾ തടച്ചു വെച്ചിട്ട് പറഞ്ഞത് കൂട്ടക്കൊല നടത്തുന്ന ഇസ്രയേലിന്റെ ആയുധപ്പുര നിറയ്ക്കാൻ ഈ ആയുധങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ്. ആയുധങ്ങൾ പുറപ്പെട്ടത് നമ്മുടെ രാജ്യത്തു നിന്നായിരുന്നു, ഇന്ത്യയിൽ നിന്നായിരുന്നു. ഒരു കൈയിൽ ഒലീവ് ചില്ലയും മറുകൈയിൽ നിറതോക്കുമായി ഐക്യരാഷ്ട്രസഭയുടെ നടുത്തളത്തിൽ വന്നു നിന്ന ഫലസ്തീനികളുടെ വിമോചന പോരാട്ടത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമായിരുന്ന യാസർ അറഫാത്ത് അദ്ദേഹം വാവിട്ടു കരഞ്ഞ ഒരു സന്ദർഭമുണ്ട്. നിറകണ്ണുകളുടെ പൊതറിപ്പോയി അദ്ദേഹം നിന്ന ഒരു സന്ദർഭമുണ്ട്. ഇസ്രയേലിന്റെ ആയുധങ്ങളെ ഭയക്കാത്ത ആ മനുഷ്യൻ കരഞ്ഞത് ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് കേട്ടപ്പോഴാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ നഷ്ടമായിരിക്കുന്നു. ഫലസ്തീനികൾക്ക് അവരുടെ എക്കാലത്തെയും വലിയ സുഹൃത്തിനെ നഷ്ടമായിരിക്കുന്നു. ആ ഇന്ത്യ ലോകത്ത് പതിതന്നു നേരെ സാമ്രാജ്യത്വ ശക്തികളുടെ ആയുധം വന്ന് വീഴപ്പോഴൊക്കെ പാവപ്പെട്ടവരോടൊപ്പം നിന്ന നമ്മുടെ ഈ രാജ്യം ഇന്ന് ഇസ്രയേൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രത്തിന് ആയുധം വെച്ചു കൊടുക്കുന്ന, കൂട്ടക്കൊലയ്ക്ക് മൗനാനുവാദം കൊടുക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന നെറികെട്ട ഒരാഗോള തീവ്ര വലതുപക്ഷ അച്യുതണ്ടിന്റെ ഭാഗമാണ്. അവിടെയാണ് ഗസയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് പ്രസക്തമാകുന്നത്. നമ്മുടെ രാജ്യത്തുണ്ട് സ്നേഹമുള്ളവരെ അങ്ങനെ വീർപ്പ് മുട്ടിക്കഴിയുന്ന മനുഷ്യർ. ഗസയിൽ നടക്കുന്ന കൂട്ടക്കൊലക്ക് ഇസ്രയേൽ ചമയ്ക്കുന്ന ന്യായം അവർ ഭീകരവാദികളും തീവ്രവാദികളുമാണ്, അവർ പന്നികളെ പോലെ പെറ്റുപെരുകാണ്. ഇങ്ങനെ പോയാൽ അവർ ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടമാണ്. ആ ഇസ്രയേലിന് ആയുധം എത്തിച്ചു കൊടുക്കുന്ന, രാജ്യം ഭരിക്കുന്ന BJP, ആ BJPക്ക് അധികാരമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ പേര് ആസാം എന്നാണ്. അവിടുത്തെ BJP ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സംസ്ഥാനമാണ്. കേരളത്തോടേറെയും സമാനതകളുള്ള ഒരു സംസ്ഥാനമാണ് ആസാം. ഇവിടെ കൂടത്തായിൽ ഇപ്പോ മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ മുൻപിലിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമായി നൂറുകണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഇരിപ്പുണ്ട്. പക്ഷെ ഈ വേദിക്കപ്പുറത്ത് ലീഗിനെ വിമർശിക്കുന്ന, ലീഗ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ലീഗിന്റെ എതിരാളികൾ ഉണ്ടാവും. നമ്മുടെ ഒക്കെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്താണ്? അതിന് നിങ്ങൾ ആസാമിനെ കുറിച്ച് പഠിക്കണം. ആസാമിലെ BJPയുടെ ഒഫീഷ്യൽ പേജിൽ അവര് പങ്കുവച്ച ആ വീഡിയോ അത് ആരംഭിക്കുന്നത് നീണ്ട താടിയുള്ള തൊപ്പി വച്ച ഒരാൾ ഇറച്ചി വെട്ടുന്ന ദൃശ്യങ്ങളോടെയാണ്. ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഇറച്ചി വെട്ടാണ്, തൊപ്പിയുള്ള ഒരാള്. അവിടെ താഴെ എഴുതി കാണിച്ചു ഭായ്ജാൻ. ഭായ്ജാൻ എന്ന് വെച്ചാൽ ഇക്കാക്ക എന്നാണ് അർത്ഥം. അങ്ങനെ ഇറച്ചി വെട്ടുന്ന മുസ്ലിമിന്റെ ചിത്രത്തോടെ ആസാമിലെ BJPയുടെ വീഡിയോ ആരംഭിക്കും. പിന്നെ ഗുവാഹട്ടിയിലെ എയർപോർട്ട് കാണിക്കും, അവിടുത്തെ മ്യൂസിയം കാണിക്കും. ആസാമിലെ ചരിത്ര പ്രസിദ്ധമായ പ്രദേശങ്ങൾ മുഴുവൻ ആ വീഡിയോയിൽ കാണിക്കും. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ വീഡിയോയിൽ മുഴുവൻ പശ്ചാത്തലം നിറയെ നടന്നു പോകുന്നത് തൊപ്പിവച്ച നീണ്ട താടിയുള്ള പുരുഷന്മാരും പർദ്ദ ധരിച്ച സ്ത്രീകളുമാണ്. അതിന്റെ ഒടുവിൽ അവർ ഒരു കമന്ററി കൂടി ചേർക്കും. അതിങ്ങനെയാണ്: ആസാമിലെ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടാൽ ഈ ആസാമിലേക്ക് അവർ വരും. ആരാ വരുന്നത്? ആരാ വരുന്നത് എന്ന ചോദ്യത്തിന് BJP ആസാമിൽ കൊടുക്കുന്ന ഉത്തരമാണ് ഗസ മുനമ്പിലെ പാവപ്പെട്ട കുട്ടികളെ കൊന്നുതള്ളാൻ ഇസ്രയേലിനുള്ള ന്യായം. ഇവര് സാധാരണക്കാരല്ല,
ഇവർ ലാൻഡ് ജിഹാദ് നടത്തും, ഇവർ ലവ് ജിഹാദ് നടത്തും, ഇവരുടെ സ്ത്രീകൾ പ്രസവ ജിഹാദിന്റെ ആളുകളാണ്. ഇങ്ങനെ പോയാലോ ആസാമിൽ അവർ ഭൂരിപക്ഷമാകും, നമ്മുടെ നിലനിൽപ്പിന് അവർ അപകടമാകും. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയോട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയാൾ ഐക്യപ്പെടുന്നത് എവിടെയാണെന്ന്, അവർ കൂടപ്പിറപ്പുകളാകുന്നത് എവിടെയാണെന്ന്, ഗാസ മുനമ്പിൽ കുട്ടികൾ മരിച്ചു വീഴുമ്പോ നരേന്ദ്രമോദി വാതുറക്കാത്തത് എന്തുകൊണ്ടെന്ന്, ആ കൂട്ടക്കൊലയ്ക്ക് ഈ രാജ്യം ആയുധങ്ങൾ എത്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഗാസയിലെ ആ പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണ്ണിൽ ഒരു വെറുപ്പുണ്ട്, ഒരു ഭീതിയുണ്ട്. ആ ഭീതി ഇവർ വളർന്നാൽ ഇവരെന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നതാണ്. അതേ വെറുപ്പാണ്, അതേ ഭീതിയാണ്, അതേ മുസ്ലിം വിദ്വേഷമാണ്, അതേ വംശഹത്യയാണ് രാജ്യം ഭരിക്കുന്ന BJP-യെ നയിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴോ ആസാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ഈ കൂടത്തായി ഞാൻ പലവട്ടം വന്നു പോയി. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാൽ അവിടെ 2 പ്ലൈവുഡ് യൂണിറ്റുകൾ ഉണ്ട് ഇല്ലേ? ഈ സ്ഥലം എനിക്ക് കാണാപ്പാടാ. ആ പ്ലൈവുഡ് ഫാക്ടറികൾ നടത്തുന്നത് ഒരു 50 മീറ്റർ കൂടി ഇടത്തോട്ട് കയറ്റം കയറിയാൽ അവിടെ ഉണ്ട് ഒരു കമ്പനി. എന്റെ നാട്ടുകാരാണ്, പെരുമ്പാവൂരുകാരാണ്, എന്റെ സുഹൃത്തുക്കളാണ്. അവിടെ പോയാൽ നിങ്ങൾ ഈ ആസാമികളെ കാണും. അവിടെ ഉണ്ട്. അവിടെ ഉള്ളവനെ കാണുമ്പോ അവൻ ബംഗാളി സംസാരിച്ചാൽ അതിന്റെ അർത്ഥം അവൻ ബംഗാളിയാണ് എന്നല്ല. ആണോ? അവൻ ആസാമിയായ ബംഗാളിയാണ്. ആസാമിൽ ജനിച്ച ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരനായ മുസ്ലിം ആയിരിക്കും അവൻ. അവനിപ്പോ നിങ്ങളുടെ കൂടത്തായി ഈ വെളിപ്പാടകലെ ഇവിടെ വന്ന് ജോലി ചെയ്യാണ്. നിങ്ങൾക്കറിയോ, ഈ കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് മനുഷ്യർ പണിക്ക് പോയ കാലം, കോഴിക്കോട്ടുകാരാണല്ലോ, നിങ്ങൾക്ക് പി ഭാസ്കരന്റെ പാട്ടറിയാം. മനോഹരമായ ഒരുപാട് പാട്ടുകൾ എഴുതിയ ആളാണ് പി ഭാസ്കരൻ. നാഴൂരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്നാണ് ഭാസ്കരൻ മാഷ വഴികളാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മളിടയ്ക്ക് കേൾക്കാറില്ല, ഇടയ്ക്ക് പറയാറില്ല. ആരെങ്കിലും ഒരു 500 രൂപ വായ്പ ചോദിച്ചാൽ അതിന് മറുപടിയായി പാടിക്കൊടുക്കാറുള്ള വേറൊരു പാട്ടിട്ട് ഏതാണെന്നറിയോ? നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല. ഭാസ്കരൻ മാഷ വരികളാണ്. ഇനി ഈ ഭാസ്കരൻ മാഷ എഴുതിയ വേറൊരു പാട്ടുണ്ട്. അതൊരു പഴയ ഹാസ്യഗാനാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാളെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്. അത് പാട്ടിന്റെ പല്ലവിയാണ്. അനുപല്ലവിയിൽ ഇങ്ങനെയുണ്ട്. എങ്ങനെയാണെന്നറിയോ? ആസാമിൽ പോയത് ആർക്ക് വേണ്ടി, കാശൊക്കെ വാരിയത് ആർക്ക് വേണ്ടി, തന്റെ കീശ ഇതാ വലുതായിരിക്കുന്നു, കൺമണി കേളടി നീ എന്നെ കെട്ടിയാൽ നിന്നെ 100 നോട്ട് കൊണ്ട് ആറാട്ടു നടത്തിക്കാൻ മാത്രം ഞാൻ സമ്പന്നനായി മാറിയിരിക്കുന്നു എന്ന് കാമുകൻ പറയുമ്പോ അന്നത്തെ സിനിമയിലെ നായകൻ പാടുന്നത് ഞാൻ റിയാദിൽ പോയി, ജിദ്ദയിൽ പോയി, പിന്നെ സൗദിയിൽ പോയി എന്നല്ല, പിന്നെയോ ആസാമിൽ പോയതാരിക്ക് വേണ്ടി, കാശൊക്കെ വാരിയതാരിക്ക് വേണ്ടി എന്നാണ്. ആസാമിലേക്ക് പണിതേടിപ്പോയ മലയാളികളെ കുറിച്ച് വൈലോപ്പിള്ളിയുടെ ആസാം പണിക്കാർ എന്ന കവിതയിലുണ്ട്. ഒരു കാലത്ത് നമ്മൾ തൊഴിൽ തേടിപ്പോയ ആസാമിൽ നിന്ന് നിങ്ങളുടെ കൂടത്തായിലേക്ക് വന്ന ആസാമിയായ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അവന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അവനുമായി സ്നേഹമുള്ള കൂടത്തായിലെ മുസ്ലിം ലീഗിന്റെ വിമർശകരെ, ലീഗിനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഒരുപാട് സാമ്യമുണ്ട്. അവർക്ക് കേരളത്തിലേതുപോലെ അവരുടെ സംസ്ഥാനത്ത് 30% ജനസംഖ്യയുണ്ട്. കേരളത്തിലെ മുസ്ലിം ലീഗ് പോലെ മുസ്ലിം സമുദായത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആസാമിന്റെ നിയമസഭയിൽ 15 MLA-മാരുണ്ടായിരുന്നു, 2 MP-മാരുണ്ടായിരുന്നു. അവരും നിങ്ങളെപ്പോലെ 30%. അവരുടെ വോട്ട് ചോദിച്ചു വരുന്ന പാർട്ടിക്കും കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ 15 MLA-മാർ, 2 MP-മാർ. ആ ബംഗാളി എന്തിനാ, ആ ആസാമി എന്തിനാ കേരളത്തിലേക്ക് വന്നത്? 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തൊഴിൽ തേടി ആസാമിലേക്ക് പോയ നിങ്ങൾ എങ്ങനെയാ ഗൾഫിൽ പോയത്?
യൂറോപ്പിൽ പോയത്. അവനില്ലാത്ത അഭിമാനവും ഇസ്സത്തും സുരക്ഷിതത്വ ബോധവും നിങ്ങൾക്ക് എവിടെ നിന്നാ ലഭിച്ചത്? ഒരു വലിയ ചോദ്യമാണ്. ആസാം ഇന്ന് ഇന്ത്യയിലെ BJP-യുടെ RSSന്റെ വംശഹത്യാ രാഷ്ട്രീയത്തിന്റെ ലബോറട്ടറിയാണ്. ന്യായം അതുതന്നെയാണ്. ഇവർ ലാൻഡ് ജിഹാദ് നടത്തും. 1 സെന്റ് ഭൂമി ഇവർ വാങ്ങിയാൽ അത് ലാൻഡ് ജിഹാദ്. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി 4 മാർക്ക് കൂടുതൽ വാങ്ങിയാൽ അത് മാർക്ക് ജിഹാദ്. ഇവർ ഫ്ലഡ് ജിഹാദ് നടത്തും. ഇവർ ലവ് ജിഹാദ് നടത്തും. ഇവർ തുപ്പൽ ജിഹാദ് നടത്തും. ഇവർ ഹലാൽ ജിഹാദ് നടത്തും. കാരണം ഇവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഗുസ്പേഡിയ എന്നാണ് നുഴഞ്ഞുകയറ്റക്കാർ, ഭീകരവാദികൾ, വിദേശികൾ. ഈ ന്യായം പറഞ്ഞിട്ട് മനുഷ്യരെ തമ്മിലടിപ്പിച്ചാണ്, മതത്തിന്റെ കല്ലുകളിൽ തിരിച്ചാണ്, ന്യൂനപക്ഷ വിദ്വേഷം ആളിക്കത്തിച്ചാണ് ആസാമിൽ, ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ BJP അധികാരം പിടിച്ചത് എന്നതാണ്. ഞാനിത് പറഞ്ഞു വെച്ചത് ദേശീയ രാഷ്ട്രീയം വല്ലാതെ പറഞ്ഞു പോവാനല്ല. നമ്മളൊന്ന് കേരളത്തിലേക്ക് വരാൻ തയ്യാറായാൽ, ഈ ആസാമി വന്ന് പണിയെടുക്കുന്ന കൂടത്തായിലേക്ക് വരാൻ തയ്യാറായാൽ, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെവിടെയും ഈ കൂട്ടക്കൊലയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രശ്നം മറ്റവരെ കുറിച്ച് ഭയം ഉണ്ടാക്കുക. അവർ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു, അവരെ സമ്പത്ത് സമാഹരിക്കുന്നു, സർക്കാർ ഉദ്യോഗങ്ങളിൽ അവർ നുഴഞ്ഞു കയറുന്നു. ഇങ്ങനെ പോയാൽ ഇതവരുടെ രാജ്യമാകും, നമ്മൾ പുറത്താകും. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ന്യായം. ഇതാണ് യോഗി ആദിത്യനാഥിന്റെ ന്യായം. ഇതാണ് അമിത്ഷായുടെ ന്യായം. ഇതാണ് മോഡിയുടെ ന്യായം. ഇതാണ് നെതന്യാഹുവിന്റെ ന്യായം. പാവപ്പെട്ട മനുഷ്യരെ കൂട്ടക്കൊല നടത്തുന്നവർ, അവരുടെ ജീവിതങ്ങളിലേക്ക് ബുൾഡോസർ ഓടിച്ചു കയറ്റുന്നവർ, അവർക്കെതിരായി നിരന്തരം വിദ്വേഷം സംസാരിക്കുന്നവർ, അവരുടെ കുട്ടികളെ, അവരുടെ സ്ത്രീകളെ പോലും വെറുതെ വിടരുത് എന്ന് പറയുന്നവർ ലോകത്തെവിടെയായിരുന്നാലും അവരുടെ ന്യായം ഇതാണ്. അവരെ ഭയക്കണം. അവർ പ്രശ്നക്കാരാണ്. അവർ നമ്മളെ കീഴ്പ്പെടുത്തി കളയും. ഇനി നിങ്ങള് ഈ കേരളത്തേക്ക് വാ എന്റെ കൂടെ. നമ്മുടെ നാടുണ്ടല്ലോ, മഹിതമായ പാരമ്പര്യങ്ങളുടെ പ്രതീകം കണക്ക് ഇക്കാലം അത്രയും കോട്ട കെട്ടി പ്രതിരോധിച്ച മതനിരപേക്ഷതയുടെ ഭൂമികൾ മുഴുവൻ RSSന്റെ മുഴുവൻ തലകുനിച്ചപ്പോ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന നമ്മുടെ ജന്മനാട്, പ്രിയപ്പെട്ട മലയാളം, നമ്മുടെ ഈ കേരളം, ഇവിടെ ഇപ്പൊ എന്താ അവസ്ഥ നമ്മൾ പരിശോധിക്ക. നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ നാം മനസ്സിലാക്കി പോകണം. എന്താണ്? കേരളത്തിൽ 15% വോട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് വെച്ചാൽ 100 പേർ ഒരു പോളിംഗ് ബൂത്തിൽ നിരന്നു നിൽക്കുന്നത് കണ്ടാൽ അതിൽ 15 പേർ BJPക്ക് വോട്ട് ചെയ്യുന്ന കേരളത്തിലാണ് നാം ഇപ്പോ ജീവിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടായിരിക്കുന്നു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് നേരത്തെ 4% വോട്ടുണ്ടായിരുന്ന, നേരത്തെ 5% വോട്ടുണ്ടായിരുന്ന, ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും 10% വോട്ടിന് പുറത്ത് കേരളത്തിൽ പിടിക്കാത്ത BJP ഇങ്ങനെയൊരു ശക്തിയായി കേരളത്തിൽ മാറിയത് എപ്പോഴാ? അവിടെയാണ് PM സലാം സാഹിബ് പറഞ്ഞല്ലോ, ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു പരിപാടി നടക്കാണ് കേരളത്തിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി, ആ ഗവൺമെന്റിന്റെ ദേവസ്വം മന്ത്രി, അവരുടെ ഫുൾ ഫ്ലഡ്ജ് പോട്ടോ. പരിപാടിയുടെ പേര് ആഗോള അയ്യപ്പ സംഗമം. എന്നാ അതിന്റെ മൂലക്ക് എവിടെയെങ്കിലും പണ്ട് നമ്മൾ കത്തെഴുതുമ്പോ സ്റ്റാമ്പ് ഒട്ടിച്ചതുപോലെയെങ്കിലും ഈ പറയുന്ന അയ്യപ്പന്റെ ഫോട്ടോ ഇല്ല. മിനിഞ്ഞാന്നാണല്ലോ നടന്നത് ആ സമ്മേളനം. കണ്ടോ നിങ്ങള്? കണ്ടോ? അവിടെ നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ച് നാണം കൊണ്ട് മുഖം തുടുത്ത് ഒരു താടിക്കാരൻ വന്നൊരു കത്ത് വായിക്കാണ്. ഹലോ മിസ്റ്റർ വാസവൻ ജി എന്നാണ് കത്താരംഭിക്കുന്നത്, അല്ലേ? ആരുടെ കത്താ? കത്തിൽ അടുത്ത വരി ഇങ്ങനെയാണ്: നിങ്ങൾ എങ്ങനെ ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നാലും പരിപാടിയുടെ വിജയത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കത്തിന്റെ താഴെ അയാൾ പേരെഴുതി ഒപ്പുവെച്ചിട്ടുണ്ട്. ആ പേര് വായിക്കുമ്പോഴാണ് ഇന്ത്യയിലെ
ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അനന്തരാവകാശി എന്ന് രാജ്യം മുഴുവൻ പാടിപ്പുടത്തുന്ന, വാ തുറന്ന് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഒരു മടിയുമില്ലാത്ത ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭൂമികയായി ഈ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ മാറ്റി തീർത്ത ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്ഷണക്കത്തയച്ചിരിക്കാണ്. വരാത്തത് കേരളത്തെ അല്ലകാത്തതാണ്. വന്നാലോ യോഗി ആദിത്യനാഥ് അവിടെ വന്ന് ഇറങ്ങുമ്പോ RSSന്റെ ഉയർത്തിപ്പിടിച്ച വാളിന്റെ ഊരിപ്പിടിച്ച കഠാരയുടെ നടുവിലൂടെ നടന്നു നെരുങ്ങിയതിന്റെ വീരസ്യം മഗ്രിബിന് വന്ന് കേരളത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്തലത്തിലെ വേഷം കെട്ടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ, കാഷായ വസ്ത്രധാരിയായ ആ വംശീയ രാഷ്ട്രീയക്കാരന് ആ സദസ്സിലേക്ക് കൈപിടിച്ചാനയിക്കുന്നത് നമുക്ക് കാണേണ്ടി വരുമായിരുന്നു. നിങ്ങളൊരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവിടെയാണ്, ഇവിടെ സഖാക്കളുണ്ടെങ്കിൽ അവരോടാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ചാർത്തി തന്ന ഒരു വിളിപ്പേരുണ്ട്. എന്താണ്? ലീഗ് നാരങ്ങ വെള്ളം കലക്കിയവരാണ്. ആർക്ക് നാരങ്ങ വെള്ളം കലക്കി? RSSന് നാരങ്ങ വെള്ളം കലക്കി. എപ്പോഴാ കലക്കിയത്? ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിച്ചാലോ കേരളത്തിൽ അപ്പോ നവോത്ഥാനം വരും. ആ നവോത്ഥാനം ഇങ്ങോട്ട് വരാതിരിക്കാൻ ഇതാ RSSുകാർ തെരുവിലിറങ്ങിയിരിക്കുന്നു. RSSുകാർ വെയിൽ കൊണ്ട് വാടുമ്പോഴിതാ ലീഗുകാര് നാരങ്ങ വെള്ളം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശബരിമല ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളെ കയറ്റാൻ സുപ്രീം കോടതി വിധി വന്ന കാലം, അന്നിവിടെ ഒരു സമരം നടന്നു. ആ സമരത്തിന്റെ ഭാഗമായി കുറെ മനുഷ്യർ കേരളത്തിന്റെ തെരുവുകളിൽ വന്ന് നിറഞ്ഞു. അവർ കുറി തൊട്ടിട്ടുണ്ടായിരുന്നു, അവരെ കാവി മുണ്ടുടുത്തിട്ടുണ്ടായിരുന്നു, അവർ പുലർകാലങ്ങളിൽ അമ്പലങ്ങളിൽ പോകുന്നവരായിരുന്നു, അവർക്ക് ഹിന്ദു പേരുകൾ ഉണ്ടായിരുന്നു, അവർ ഹിന്ദു ആചാരങ്ങളെ പിന്തുടരുന്നവരായിരുന്നു. കേരളത്തിലെ CPM അവരെ വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവര് സംഘികളാണ്, ഇവർ RSS ആണ്. ഞങ്ങൾ പറഞ്ഞു, അല്ല, അവര് സംഘികളല്ല, അവർ RSS അല്ല, അവർക്ക് കുറിയുണ്ട്, അവർ കാവി മുണ്ടുടുത്തിട്ടുണ്ട്, അവർ ക്ഷേത്രത്തിൽ പോകും. പക്ഷേ അതിന്റെ അർത്ഥം സംഘികളാണ് എന്നല്ല, അവർ വിശ്വാസികളാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവരാ വിശ്വാസങ്ങളെ മുഴുവൻ ഉയർത്തിപ്പിടിക്കുമ്പോഴും അവരുടെ വോട്ട്, അവരുടെ ചൂണ്ടുവിരൽ വോട്ടിന് ഉയർത്തിയപ്പോ അത് RSSനും BJPക്കും അനുകൂലമാവാത്തത് കൊണ്ടാണ് കേരളം ഇന്നും BJPക്ക് കിട്ടാക്കനിയായി മാറിയത്. മതേതര കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചത് അവരാണ്. അവർ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്, അവർ വിശ്വാസികളാണ്. അന്ന് ലീഗ് എടുത്ത നിലപാടാണ്. ഇവരെന്താ പറഞ്ഞത്? നമ്മളെ നാരങ്ങ വെള്ളം കലക്കുന്നവരാക്കി. ഇപ്പൊ നിങ്ങള് വിശ്വാസികൾക്കല്ലടോ, പിന്നെയോ യോഗി ആദിത്യനാഥിന് പരവതാനി വിരിച്ച് വെഞ്ചാമരം വീശേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ ചെന്നുപെട്ട ഇക്കാലം. എന്നിട്ട് അന്ന് നിങ്ങൾ ഓർക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഇവിടെ ഒരു വനിതാ മതിൽ കെട്ടിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കേരളത്തിന്റെ സർക്കാർ ഖജനാവിൽ നിന്ന് 50 കോടി രൂപ ചെലവാക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള പെണ്ണുങ്ങളെ മുഴുവൻ റോട്ടിലിറക്കി നിർത്തി കൈകോർത്ത് പിടിപ്പിച്ചിട്ട് ഒരു വനിതാ മതിൽ കെട്ടി. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം വന്നു. തീർന്നില്ല. ഇയാളെ സൂക്കേട് ഓർക്കണം നിങ്ങള്. ആ ശബരിമല ക്ഷേത്രത്തിൽ ഒരു സ്ത്രീ കയറണം, കോടതി വിധി നടപ്പാക്കണം. അങ്ങനെ പച്ചപ്പാതിരാക്ക് ഒരു പെണ്ണിനെ കൊണ്ടുപോവാണ് ശബരിമല സന്നിധാനത്തേക്ക്. ശബരിമലയിലെ പ്രതിഷ്ഠ ഭഗവാൻ അയ്യപ്പനാണ്. ധർമ്മശാസ്താവ് എന്ന് വിളിക്കും. കാനന പിന്നെ വാസനാണ്, കലിയുഗ വരദനാണ് എന്നൊക്കെ അവർ പറയും. ആ ദൈവസങ്കല്പത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം നിത്യബ്രഹ്മചാരിയാണ്. രജസ്വലയായ ഒരു സ്ത്രീ ആ പടി കടന്നു വീട്, അത് അവരുടെ വിശ്വാസമാണ്. അതിൽ കയറി നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. ഇവരോ കോടതി വിധി നടപ്പാക്കപ്പെടണം. അങ്ങനെ 18ാം പടി ചവിട്ടി ആ ശബരിമല ശാസ്താവിന്റെ മുന്നിലെത്തി ശരണം വിളിക്കാൻ, അതുവഴി കോടതി വിധി നടപ്പാക്കാൻ, നൂറ്റാണ്ടുകളായി അവിടെ നിൽക്കുന്ന ഒരാചാരം ലംഘിച്ച് നവോത്ഥാനം കൊണ്ടുവരാൻ ഇവരൊരു പെണ്ണിനെ തെരഞ്ഞെടുത്തു. സാധാരണ മലയിൽ പോകുന്ന ആളുകളുടെ തലയിൽ ഇരുമുടി കെട്ടുണ്ടാവും. ഈ പെണ്ണിന്റെ തലയിൽ ഒരു ഹെൽമറ്റ് ആണ്. സാധാരണ ഇവർ കറുത്ത വസ്ത്രം ധരിച്ച് മല ചവിട്ടും. ഈ പെണ്ണിന് കാക്കി കുപ്പായാണ്, അവക്ക് ജാക്കറ്റാണ്. അവരുടെ മുന്നിലും പുറകിലും ഇരുഭാഗത്തും കേരള പോലീസാണ്. പെൺകുട്ടി മല ചവിറി കയറുകയാണ്. അപ്പോഴാണ് കേരളത്തിലെ ചാനലുകൾ അവരുടെ പേര് പുറത്തുവിടുന്നത്. എന്താണ്
റഹന ഫാത്തിമ എന്നാണ്. പതിറ്റാണ്ടുകൾ നിലനിന്ന ഒരാചാരം ലംഘിക്കാൻ വഴിക്കിരുവശവും നിന്ന് പ്രതിഷേധത്തിന്റെ നാമജപങ്ങൾ ഉയർത്തുന്ന കേരളത്തിലെ ഭക്തന്മാർക്കിടയിലൂടെ പിണറായി വിജയന്റെ പോലീസ് പാതിരാവിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നു. അവളുടെ പേര് റഹന ഫാത്തിമ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് സ്നേഹമുള്ളവരെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു ഭാഗത്ത് മലചവിട്ടി കയറി പോകുന്ന ആ പെണ്ണിന്റെ ദൃശ്യങ്ങൾ, മറുഭാഗത്തോ കേരളത്തിലെ അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം. എന്താ പറയുന്നത്? ഒരു മുസ്ലിം തീവ്രവാദിയായ പെണ്ണിനെ കൂട്ടുപിടിച്ച് പിണറായി വിജയൻ ഇതാ ശബരിമലയിൽ ആചാരം തകർക്കാൻ പോകുന്നു. ഞാൻ പറയുക, കേരളത്തെ തമ്പുരാൻ രക്ഷിച്ചു എന്നാണ്. ആ പെണ്ണിന് മല ചവിട്ടാൻ കഴിഞ്ഞില്ല. വഴിയിലൊരു പ്രതിഷേധം ഉണ്ടായി. അവൾ തിരിഞ്ഞു നടന്നു. ആ പെണ്ണ് മല ചവിട്ടിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു പാതിരാവിൽ ബിന്ദുവെന്നും അമ്മിണി എന്നും പേരുള്ള 2 സ്ത്രീകളെ കൊണ്ടുപോയി മല ചവിട്ടിപ്പിച്ച് ശബരിമല ക്ഷേത്രത്തിലെ കോടതി വിധീത ഞങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപിൽ അഫിഡവിറ്റ് കൊടുത്തു കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ്. അന്നത് റഹന ഫാത്തിമയായിരുന്നുവെങ്കിലോ? നിങ്ങളൊന്ന് ഓർക്ക്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളോട്, താടി ഇത്തിരി നീണ്ടുപോയതിന്റെ പേരിൽ, തൊപ്പി വച്ചു പോയതിന്റെ പേരിൽ, നിങ്ങളെപ്പോലെ ഹിജാബും പർദ്ദയും ധരിച്ചതിന്റെ പേരിൽ രാജ്യമെമ്പാടും മുസ്ലിം സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരെ ഒരു മടിയും കൂടാതെ വേട്ടയാടുന്ന RSSകാരന് ഈ കേരളത്തിൽ എന്നേക്കുമായി ഒരായുധമായി അത് മാറുമായിരുന്നു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തിയ പെണ്ണിന്റെ പേര് റഹന ഫാത്തിമ എന്നാകുമായിരുന്നു. ആ പെണ്ണ് മുസ്ലിമായത് കൊണ്ടല്ല, അവർ മുസ്ലിമായി ജനിച്ച ഒരു സ്ത്രീയാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 15-16 വയസ്സുള്ളപ്പോ ആ മതം ഉപേക്ഷിച്ച സ്ത്രീയാണ്. ആ മതം ഉപേക്ഷിച്ചത് കൊണ്ട് എനിക്ക് അവരോടൊരു പ്രശ്നമില്ല കേട്ടോ. ആ മതം ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ റഹന ഫാത്തിമയുടെ പേര് മാറിയിട്ടില്ല. BJPക്കാരന്റെ കണ്ണിൽ അവരുടെ ഐഡന്റിറ്റിയും സ്വത്വവും മാറിയിട്ടില്ല. ഈ കേരളത്തെ തമ്പുരാൻ രക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോഴോ അതേ അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ്. അതിലേക്ക് അതിഥിയായി ഈ രാജ്യത്ത് തന്നെ ഏറ്റവും നെറുകെട്ട വർഗീയ രാഷ്ട്രീയം പറയുന്ന BJPയുടെ മുഖ്യമന്ത്രിയെ ഇവര് ക്ഷണിച്ചാനയിക്കാണ്. കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മനുഷ്യരുടെ മതം തിരയുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ നടത്തിപ്പുകാരായി കേരളത്തിലെ CPM-മാരാണ്. അവിടെ മുഖ്യമന്ത്രി വന്നല്ലോ. മുഖ്യമന്ത്രി വന്നപ്പോ മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ കാറ്, അതിന്റെ ഉള്ളിൽ ഈ ഗോവിന്ദൻ മാഷ് ഇന്നുവരെ കണ്ടിട്ടില്ല. കണ്ടിടോ? പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാരും ആ കാറിനകത്ത് കയറി പിണറായി വിജയന്റെ കൈപ്പാങ്ങിനിരിക്കാൻ ധൈര്യമുള്ളവരല്ല. കണ്ടിടോ നിങ്ങള്? പിണറായിയും ഗോവിന്ദൻ മാഷ് ഒരു കാറിൽ വരുന്നത് പോട്ടെ, MA ബേബിയെ അവനാന്റെ കാറിൽ കയറ്റി കൊണ്ടുവരുന്നത് ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് സാക്ഷാൽ പിണറായി വിജയൻ വരുമ്പോ കൂടെ വന്നിറങ്ങിയത് ആരാ? വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ സലാമൊക്കെ പറഞ്ഞല്ലോ, തൊട്ടപ്പുറത്ത് മലപ്പുറത്ത് വന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിച്ചത്? അവരിങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിക്കാണ്, സർക്കാർ ജോലി മുഴുവൻ തട്ടിയെടുക്കാണ്, സ്വത്തായ സ്വത്ത് മുഴുവൻ അവരുടെ കയ്യിലാണ്, അധികം വൈകാതെ ഇതവരുടെ രാജ്യമാകാൻ പോവാണ്. അതല്ലേ നെതന്യാഹു പറഞ്ഞത്? അതല്ലേ മോഡി പറഞ്ഞത്? അതല്ലേ യോഗി പറഞ്ഞത്? അതല്ലേ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്? കേരളത്തിന്റെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നേർക്കുനേരെ നെതന്യാഹുവിന്റെ, മോഡിയുടെ, യോഗിയുടെ രാഷ്ട്രീയം താൻ സംസാരിച്ചാൽ തന്റെ കച്ചവടം പൂട്ടിപ്പോവും. നേരിട്ടിറങ്ങാൻ നേരമായില്ല എന്ന് കണ്ടപ്പോ പിണറായി വിജയൻ എന്ന CJPയുടെ മുഖ്യമന്ത്രി ഈ വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത് കേരളത്തിന്റെ തെരുവുകളിലേക്ക് പറഞ്ഞയച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതിന്റെ അപകടം നിൽക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. കേരളത്തിലെ CPM അവർ BJPയുടെ രാഷ്ട്രീയം പയറ്റുന്നു. നിങ്ങൾ ഓർത്തൊക്കെ ഒരു 3 കൊല്ലം മുൻപ് ഇത്തരത്തിലൊരാൾ പ്രസ്താവന നടത്തിയാൽ, വേണ്ട 1 കൊല്ലം മുമ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്
വെള്ളാപ്പള്ളി നടേശൻ ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ RSSന്റെ നാമകടം കൊണ്ട് ഈ മട്ടിൽ നെറുകേട് പറഞ്ഞാൽ പിണറായി വിജയൻ അത് കേൾക്കുവോ? കേൾക്കില്ല. ഇപ്പൊ എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ചോട്ട് പോകുമെന്ന് പിണറായിക്ക് അറിയാം. പക്ഷെ അപ്പുറത്ത് കുറെ വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാണ്. ഇതാണ് ആസാമിലെ BJPയുടെ രാഷ്ട്രീയം, ഇതാണ് ഗുജറാത്തിലെ BJPയുടെ രാഷ്ട്രീയം, ഇതാണ് ഉത്തർപ്രദേശിലെ BJPയുടെ രാഷ്ട്രീയം. കാൽച്ചുവട്ടിലെ മണ്ണിങ്ങനെ ഒലിച്ചു പോകുമ്പോ പിണറായി വിജയൻ എന്ന ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആ രാഷ്ട്രീയം കടം കൊള്ളുന്നു എന്നതാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത് ഇതിന് കൊട്ടേഷൻ എടുത്ത വേറൊരാളും കൂടിയുണ്ട്. ഈ വിദ്വേഷം പ്രചരിപ്പിക്കാൻ, ഈ ആശയക്കുഴപ്പമുണ്ടാക്കാൻ. ഇപ്പൊ കേരളത്തിലെ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിൽ ഈ വിദ്വേഷ രാഷ്ട്രീയം ചെലവാവാത്തത്. ഇവിടെ ഒരു പാർട്ടിയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ പറഞ്ഞ ആസാമിൽ അവർ വോട്ട് കൊടുത്ത മുസ്ലിം രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു പാർട്ടി അവർക്ക് അഭിമാനം കൊടുത്തില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ല, അവർക്ക് അവകാശബോധം കൊടുത്തില്ല, അവർക്ക് രാഷ്ട്രീയ കരുത്ത് കൊടുത്തില്ല. എന്നാൽ കേരളത്തിൽ 7.5 പതിറ്റാണ്ട് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മഹാവിപ്ലവം തീർത്തു. ഒരു തലമുറയെ പഠിപ്പിച്ചു, അവരെ പോറ്റി വളർത്തി, അവർക്ക് ഇജ്ജത്ത് കൊടുത്തു. ബംഗാളി എന്ന വിളി ആ മനുഷ്യർ കേട്ടതുപോലെയല്ല ഗൾഫിലെ അറബിയുടെ വായിൽ നിന്ന് കൂടത്താലിയിലെ മാപ്പിള മുസ്ലിം മൽബാറി എന്ന വിളി കേട്ടത്. ബംഗാളി വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബംഗാളി എന്ന് വിളിക്കും അല്ലേ? അതിലൊരു പുച്ഛമുണ്ട്, ഒരു പരിഹാസമുണ്ട്. എന്നാ മലബാറിൽ നിന്ന് ഗൾഫിൽ നിങ്ങളെ വിളിച്ചപ്പോഴോ അതില് പുച്ഛല്ല, അതില് ബഹുമാനമുണ്ട്, അതിനൊരു അന്തസ്സുണ്ട്. അറബിക്ക് കുറച്ച് പേടിയുണ്ട്. എന്താണ്? ഇവൻ എന്നെക്കാളും ബുദ്ധിയുള്ളവനാണ്, നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ഇന്റെ ട്രൗസർ കഴിച്ചുകൊണ്ട് നാണ്ടി പോവാൻ മാത്രം ബുദ്ധിയുള്ളവനാണ്. ഈ മൽബാറിൽ നിന്നൊരു ഇജ്ജത്തും പേടിയാണ് അല്ലേ? ഈ മാറ്റം എങ്ങനെയുണ്ട്? അവിടെ ഉണ്ടല്ലോ ഒരു പാർട്ടി, അവർക്കും ഉണ്ടല്ലോ 15 MLA-മാർ, അവരും വാങ്ങിയല്ലോ മുസ്ലിങ്ങളുടെ വോട്ട്. ഇവിടുത്തെ നേതാക്കന്മാരെക്കാൾ വലിയ താടി അവിടുത്തെ നേതാക്കന്മാർക്കുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ നേതാക്കന്മാർക്ക് വലിയ ആലിമ്യങ്ങളാണല്ലോ അവിടുത്തെ ആ പാർട്ടിയെ നയിച്ചത്. കാഴ്ചപ്പാടുണ്ടായില്ല, സ്നേഹമുള്ളവരെ, ദീർഘവീക്ഷണം ഉണ്ടായില്ല, ഇഖ്ലാസ് ഉണ്ടായില്ല, ഹിക്മത്ത് ഉണ്ടായില്ല. അതൊക്കെ സമ്മേളിപ്പിച്ചപ്പോഴാണ് ഇവിടെ മഹാനായ ഖായിദമില്ലത്ത് നാട്ടിവെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ച പതാക തലമുറ കൈമാറി ഇങ്ങനെ അഭിമന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൈകളിൽ ഇരിക്കുമ്പോഴും ആ പതാകത്തണലിന്റെ താഴെ ഒരു തലമുറ ഇങ്ങനെ അഭിമാനബോധത്തോടെ വളർന്നു വന്നത്. ഇവിടെയും തെരുവിലിറക്കണമെങ്കിൽ, ആ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ മൊത്ത കച്ചവടം ഈ കേരളത്തിലും നടക്കണമെങ്കിൽ ആദ്യം ആ പാർട്ടിയെ തകർക്കണം, അതിന്റെ അസ്ഥിവാരം തോണ്ടണം. അതിനെ നിയോഗിച്ചിട്ട് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുടെ പേരൊന്നും ഞാൻ പറയൂല, ക്ലൂ തരാം. മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങൾ, സ്ഫടികം? അതിൽ മോഹൻലാലിന്റെ പ്രത്യേകത ആരെങ്കിലും തല്ലാൻ ഈ മുണ്ടൂരി അടിച്ചളയുന്നുള്ളതാണ്. മുണ്ടൂരിയാൽ മോഹൻലാൽ തല്ലുമെന്നാണ്. അങ്ങനെ കൂടെ കൂടെ ഇപ്പോ മുണ്ട് പൊക്കി കാണിക്കുന്ന ഒരാൾ കൂടി വന്നിട്ടുണ്ട്. മുണ്ടൂരി തല്ലുന്ന ആളിന്റെ പേര് ആടുതോമ, മുണ്ട് പൊക്കി കാണിക്കുന്ന ആളുടെ പേര് ഞാൻ പറയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആരാ നിങ്ങളുടെ ചിരി കണ്ടാറേ നിങ്ങൾക്ക് ആളെ തിരിഞ്ഞിടും അല്ലേ? ഇപ്പൊ ലീഗിന്റെ ഫണ്ട് പിരിവിന്റെ പുറകെയാണ് മൂപ്പര്. എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ PK ഫിറോസിന്റെ പേന നോക്ക്, അയാളുടെ ഷർട്ട് നോക്ക്, അയാളുടെ മുണ്ട് നോക്ക്, അയാൾ ഓടിക്കുന്ന കാറ് നോക്ക്. അയാളുടെ പൂത്ത പൈസയാണ്. ആദ്യം പറഞ്ഞു ഫിറോസ് കൂലിയും വേലയില്ലാത്തവനാണ്. ഇപ്പൊ പറയുന്നു ഫിറോസിന് 5.25 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ കൂട്ടത്തില് ജോലി ചെയ്യുന്നവരുണ്ട്, വക്കീൽ പണിക്ക് പോകുന്നവരുണ്ട്, തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നവരുണ്ട്. കാരണം വർഷക്കണക്കിലേക്ക് മാസത്തിരിച്ചടവ് വ്യവസ്ഥയിൽ 10 പൈസ പലിശയില്ലാതെ 11 ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് വായ്പ തരാൻ പോകുന്ന ഭാര്യമാരൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്നതുകൊണ്ടാണ്. ഈ സാധുക്കളോട് 500 രൂപ ചോദിച്ചു വാങ്ങാൻ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ. തീരെ നിവൃത്തി കെടുമ്പോഴാണല്ലോ നമ്മൾ ഈ പെണ്ണുങ്ങളുടെ സ്വർണം പണയം വെക്കാൻ ചോദിക്കുക. ഒരു മാല തരുമോ, ഒരു കമ്മല് തരുമോ ചോദിച്ചാൽ പലപ്പോഴും കിട്ടാറില്ല. ചില യൂത്ത് ലീഗുകാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ചോദിച്ച വഴി ഒരു ആട്ടാണ്, തന്നില്ല. ഞാൻ പറഞ്ഞു സ്വർണം പണയം വെക്കാൻ നിങ്ങൾ നേരെ പോയി ചോദിച്ചുകൂടാ, നിങ്ങൾ ആദ്യം അവരെ ചുറ്റിപ്പറ്റുന്നൊരു മലയാള പാട്ടിന്റെ 4 വരി പാടണം. അപ്പൊ അവർ ചോദിക്കും ഏതാ പാട്ട്? ആ പാട്ട് ഇങ്ങനെയാണ്: സന്ധ്യക്കെന്തിന് സിന്ദൂരം, ചന്ദ്രികക്കെന്തിന് വൈഢൂര്യം, കാട്ടാറിനെന്തിന് പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം എന്ന് പാടിയിട്ട് ആ കമ്മലൊന്ന് കൊണ്ടാന്ന് പറഞ്ഞാലോ
ചിലപ്പോൾ കിട്ടിക്കഴിച്ചിലാവും എന്നുള്ളിടത്താണ്. ഇവിടെ ഒരു വലിയ കൊട്ടേഷൻ വർക്ക് എന്തൊക്കെയാ മുടക്കാൻ ശ്രമിക്കുന്നത്? ഇന്നിപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വാർത്ത ആഘോഷിക്കണം. എന്താണ്? മലബാറിൽ അല്ല വയനാട്ടിൽ നിങ്ങളുടെ ഈ ചുരത്തിന്റെ തൊട്ടുമുകളിൽ കേരളം ഞെട്ടലോടെ കേട്ട ആ ദുരന്ത വാർത്ത. ഒരൊറ്റ രാത്രിയിൽ ഒരു ഉൾപൊട്ടൽ ഉണ്ടാകുമ്പോ ഭൂമിയുടെ ഗർഭം പിളർന്നു വന്ന മണ്ണും പ്രളയജലവും കരിങ്കൽ കെട്ടുകളും 400-ലേറെ മനുഷ്യ ജീവിതങ്ങളെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയി എന്ന വാർത്ത. ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിങ്ങളുടെ ഈ കൂടത്തായി പോലെ 2 വാർഡുകളിലായി 400 പേർ മരിച്ചിരിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ സർവസ്വം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ നിമിഷം നമ്മുടെ രാഷ്ട്രീയം മറന്നു, നമ്മുടെ മതം മറന്നു. ഈ കേരളം മുഴുവൻ ചൂരൽമലയിലെ മനുഷ്യരെ ചോർത്ത് പിടിക്കാൻ ഓടിയെത്തി. അപ്പോഴോ അവിടെ കോൺഗ്രസിന്റെ 100 വീട്, മുസ്ലിം ലീഗിന്റെ 105 വീട്, സന്നദ്ധ സംഘടനകളുടെ വീട്, കേരള ഗവൺമെന്റിന്റെ വീട്, പലരെയും സഹായിച്ചു. എല്ലാവരും ചേർന്ന് ചൂരൽമലയിലെ മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിക്കാൻ തീരുമാനിച്ചു. മുസ്ലിം ലീഗ് കുറച്ച് ഭൂമി വാങ്ങി. ആ ഭൂമി തോട്ട ഭൂമിയാണ്, അവിടെ വീട് പണിയാൻ പറ്റൂല. ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്ത് നമ്മൾ അവിടെ വീട് പണിയുമെന്നായപ്പോഴോ മേപ്പാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സെക്രട്ടറി കൊണ്ടുവന്ന് ഇന്ന് നോട്ടീസ് കൊടുത്തു എന്നാണ്. അവിടെ വീട് പണിഞ്ഞുകൂടാന്നാണ്. 105 മനുഷ്യർ, വീട് നഷ്ടപ്പെട്ടവർ, തെരുവിലേക്ക് എടുത്തെറിയപ്പെട്ടവർ, അവർക്ക് ലീഗ് വീട് കെട്ടിക്കൊടുത്ത് അവരവിടെ താമസിച്ചാൽ CPM എന്താ നഷ്ടം? LDF എന്താ നഷ്ടം? ഈ ഗവൺമെന്റിന് എന്താ നഷ്ടം? നിങ്ങൾ അറിയണം. അവരുടെ ഈ PR വർക്ക് പൊളിഞ്ഞു പോകും. അതിന്റെ പേരിൽ എങ്ങാനും ആരെങ്കിലും ലീഗിന് 2 വോട്ട് ചെയ്തു പോകും. അങ്ങനെ വന്നാലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്നാണ്. അതിനു വേണ്ടി മുടക്കുന്നത് സർവസ്വവും നഷ്ടപ്പെട്ട 105 പേരുടെ വീടാണ്. നിങ്ങൾ സഖാക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കളിക്കാനിറങ്ങുന്നത് ലീഗിനോടാകുമ്പോ, അതും വസ്തു വാങ്ങാനും വീട് കെട്ടാനും ഞങ്ങളെ പഠിപ്പിക്കുമ്പോ, ഈ കേരളക്കരയിൽ മഹാനായ തങ്ങളുടെ പേരിൽ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് 10,000-ലേറെ വീട് കെട്ടിക്കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഞങ്ങളവിടെ വസ്തു വാങ്ങിയാൽ ഞങ്ങളവിടെ വീട് പണിയും, അവിടെ ഈ പാവങ്ങൾ താമസിക്കുകയും ചെയ്യും. അത് മുടക്കാനുള്ള കൊട്ടേഷൻ എടുത്ത് ഏത് പൊന്നു തമ്പുരാൻ വന്നാലും അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളെ മറികടന്ന് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്ന് വെച്ചാൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഈ വിദ്വാനോ ഭാര്യയോട് 11 ലക്ഷം രൂപ കടം വാങ്ങിയ വിദ്വാൻ, നമ്മളെ നോർക്ക്. ആ വിദ്വാൻ എന്റെ ഷർട്ടിന് 100 റുപ്യയുള്ളൂ, എന്റെ മുണ്ടിന് 150 റുപ്യയുള്ളൂ, എനിക്ക് ആകെ കടവും കടത്തിന്റെ കൂടുവാണ് എന്നീ പറയുന്ന മുതല് ഇയാള് നടത്തിയ കാട്ടുകൊള്ള നമ്മൾ കേട്ടില്ല. 2.5 കോടിയുടെ ഭൂമി മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി വാങ്ങി. അതേ ഭൂമി തിരൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, താനൂരിലെ മന്ത്രി, LDF നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് മറിച്ചു വിട്ടപ്പോ ഈ പറയുന്ന മന്ത്രിയുടെയും കൂട്ടാളിയുടെയും കീശയിൽ വീണത് 15 കോടി രൂപയാണ് ഒരൊറ്റ വസ്തു കച്ചവടത്തില്. അപ്പൊ പറയും ഇത് UDF-ന്റെ കാലത്താണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ആ പണം പാസാക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച മന്ത്രി ആരാ? നിങ്ങളൊന്ന് പറയ. ആ കാണുന്ന ഒരു കല്ലിന്റെ പുറത്ത് മറ്റൊരു കല്ല് വെക്കാൻ കഴിയില്ല എന്ന് പരിസ്ഥിതി നിയമപ്രകാരം നിയന്ത്രണമുള്ള ആ ഭൂമി ഒഴിവാക്ക. പകരം പാതി വിലക്ക് ഞങ്ങൾ ഭൂമി തരാം. നാദവനാട്ട ഭൂ ഉടമകൾ വന്ന് ചർച്ച നടത്തിയത് ആരോടാ? അവര് കോടതിയെ സമീപിച്ചപ്പോ അവരോട് ചർച്ച നടത്താൻ ഹൈക്കോടതി പറഞ്ഞു. അതിന് അപ്പീല് പോകണമെന്ന് തീരുമാനിച്ചത് ആരാ? പാതി വിലക്ക് കിട്ടുന്ന കണ്ണായ ഭൂമി വേണ്ടെന്ന് വെച്ചിട്ട് ഈ ചതുപ്പ് നിലം വാങ്ങി പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്തു കൊടുത്തത് ആരാ? ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ടുപൊക്കുന്ന വിദ്വാൻ. എന്നിട്ട് ലീഗിന്റെ സ്ഥലക്ക് 1000 രൂപ വില കൂടിയതാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ കൂടത്തായി അങ്ങാടിയില് ബാറ്റയുടെ ചെരുപ്പ് കിട്ടും. ചിലതിന് 199, ചിലതിന് 299. അങ്ങനെ ഈ ബാറ്റയുടെ വില പോവാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളൊന്ന് പറ, ഈ കൂടത്തായി അങ്ങാടിയിൽ സ്ഥലത്തിന്റെ വില എല്ലായിടത്തും ഒരുപോലെയാണോ? ഈ പന്തലിട്ട സ്ഥലത്തിന്റെ വിലയാണോ ഇതിന്റെ പിറകില്? ആണോ? ഈ വിലയായിരിക്കോ ആ സ്ഥലത്തിന്? വഴിക്കനുസരിച്ച് വില മാറും. എങ്ങനെ? സ്കൂട്ടർ വരുന്ന വഴി, ഓട്ടോറിക്ഷ വരുന്ന വഴി, കാറ് ചെറുത് വരുന്ന വഴി, ഇന്നോവ വരുന്ന വഴി, ടിപ്പർ വരുന്ന വഴി, ബസ് വരുന്ന വഴി, അങ്ങനെ വഴി വീതിക്കനുസരിച്ച് മാറും അല്ലേ? കിണർ താത്തുക, എത്ര കോല് താത്തിയ വെള്ളം കിട്ടും?
കിട്ടണ വെള്ളം നല്ലതായിരിക്കോ? ഇതിനനുസരിച്ച് വില മാറും, അയൽപ്പക്കത്തിനനുസരിച്ച് വില മാറും അല്ലേ? ഈ മൂപ്പര വീടിന്റെ അയൽപ്പക്കത്തൊക്കെ സ്ഥലത്തിന് തീരെ വില കുറവാന്നാണ് ഞാൻ കേട്ടത് അല്ലേ? അവിടെ 1 ലക്ഷത്തിന് വാങ്ങി മൂപ്പര അയൽപ്പക്കത്ത് 6 മാസം താമസിച്ചാൽ 10,000 രൂപയ്ക്ക് വിറ്റിട്ട് പായാണ് ആൾക്കാർ. അയൽപ്പക്കത്തിനനുസരിച്ച് വില മാറും, പള്ളിക്കനുസരിച്ച് മാറും, മദ്രസക്കനുസരിച്ച് മാറും, അമ്പലത്തിനനുസരിച്ച് മാറും. പല കോലത്തിലാ സ്ഥലത്തിന്റെ വില. ഈ സ്ഥലം പശുക്കളെ മേക്കാനല്ല, ഇത് കന്നാലിയെ കെട്ടാനല്ല, പിന്നെയോ മനുഷ്യർക്ക് താമസിക്കാനാണ്. അടുത്ത് സ്കൂള് വേണം, അടുത്ത് മദ്രസ വേണം, അടുത്ത് പള്ളി വേണം, അടുത്ത് ക്ഷേത്രം വേണം, അടുത്ത് ആശുപത്രി വേണം, ബസ് സ്റ്റോപ്പ് വേണം. അധികം പ്രയാസപ്പെടാതെ അവർക്ക് അങ്ങാടിയിൽ പോയി വരാൻ കഴിയണം. ആ രാത്രി എന്തൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടോ അതൊന്നും നഷ്ടപ്പെട്ടില്ല എന്നവർക്ക് തോന്നുന്നതാവണം. അതിന് ലീഗിന് വില പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ നാട്ടുകാരോട് ചോദിച്ചപ്പോ വാരിക്കോരി അവർ തന്നതും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി വാരിക്കോരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് ചെലവാക്കുന്നതും അതിന്റെ കണക്ക് തന്നവരോട് പറയും. അതിന്റെ കണക്ക് എന്തായാലും ഈ പറയുന്ന മുതലിനെ ബോധ്യപ്പെടുത്താൻ ലീഗ് തീരുമാനിച്ചിട്ടില്ല എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഇവിടെ വരുമ്പോ, മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി സംഘടനാ പ്രവർത്തനം ഇവിടെ സജീവമാകണം എന്ന നിലക്കുള്ള ഒരാലോചന വരുമ്പോ ലീഗ് എന്തു ചെയ്തു എന്ന ചോദ്യം ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ അവരെ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഇനി ആസാമില് മാത്രമല്ല, ബംഗാളിലുണ്ട്. നിങ്ങളെ ഈ കൂടത്തായിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ, എൻ്റെ നാട്ടുകാരുടെ ആ ഫാക്ടറിയിൽ ആ ബംഗാളിയും പണിയെടുക്കുന്നുണ്ട്. നമ്മളോട് വല്ലാതെ സ്നേഹം മൂത്ത ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കോഴിക്കോട്ടങ്ങാടിൽ ആഴ്ചക്കാഴ്ചക്ക് സെമിനാർ, ഫലസ്തീനു വേണ്ടി സെമിനാർ, യൂണിഫോം സിവിൽ കോഡിനെതിരെ സെമിനാർ. ആ സെമിനാറിന്റെ വഴിയോരത്ത് ഒഴിഞ്ഞൊരു കസേര, ആ കസേര എന്തിനാ? അതിലാരും ഇരുന്നൂടാ. ഇപ്പൊ വരും ആര്? ലീഗുകാര്. ഇരിക്കാൻ വരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ഇവര് കാത്തിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ വലവീശി പിടിക്കാൻ ശ്രമിച്ച കാലം. ഈ കേരളത്തിന്റെ മുൻപിൽ മുസ്ലിം ഇഷ്യൂസ് ഏറ്റെടുത്തിട്ട് അവര് പത്രപരസ്യം കൊടുത്ത കാലം. ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല. അന്ന് അവര് പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിനെ കൊള്ളൂല എന്നാണ്. ഇപ്പൊ കണ്ടില്ലേ നിങ്ങളൊരു മനുഷ്യനെ? ബീഹാറിലെ പുരുവയിൽ അയാൾ 13 ദിവസം കൊണ്ടു ഈ രാജ്യത്തിന്റെ മുന്നിൽ വന്നു നിന്ന് അയാൾ ആരെയും ഭയക്കാതെ ആ സത്യം വിളിച്ചു പറഞ്ഞു. ഇന്ത്യയിൽ വോട്ടുകൊള്ള നടന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തകർക്കാൻ അതിന്റെ കാവൽക്കാരാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിരിക്കുന്നു. വിരൽ ചൂണ്ടിക്കാണിച്ചു. 7 അടി പൊക്കത്തിൽ 300 കിലോയുള്ള വോട്ടർ പട്ടിക, അതിൽ നിറയെ കള്ള വോട്ടുകൾ. നമ്മളൊരു പേര് കേൾക്കുകയാണ് പുതുതായിട്ട്, കള്ളവോട്ട്. കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞു വോട്ട് വെട്ടിയതിന്റെ കഥ. ഇപ്പോൾ പറയുന്നു എന്നെ നിങ്ങൾ കൊന്നാലും, സത്യവിശ്വാസം ആവശ്യപ്പെട്ടാലും, ആയുഷ്കാലം മുഴുവൻ ജയിലിലടച്ചാലും ജനാധിപത്യത്തെ നിങ്ങൾ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് ഞാൻ ഈ രാജ്യത്തോട് സംസാരിക്കും. എന്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ബോംബുണ്ട് എന്നാണ്. ആ ഹൈഡ്രജൻ ബോംബ് വാരാണസി മണ്ഡലത്തിലാണ്. സാക്ഷാൽ നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പുറകിൽ പോയി പിന്നീട് 1 മണിക്കൂർ വോട്ടെണ്ണൽ നിർത്തിവെച്ച് 1.5 മണിക്കൂറിന് കട്ടിച്ച് വിജയിച്ചു വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വാരാണസി മണ്ഡലത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോവാണ്. അദ്ദേഹം നടത്തിയ വോട്ടധികാർ യാത്ര, അതിലെ സ്റ്റാലിൻ പോയി, തേജസ്വി യാദവ് മുഴുവൻ സമയവും കൂടെ നിന്നു, അഖിലേഷ് യാദവ് പങ്കെടുത്തു, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ നേതാക്കന്മാരും അവിടെ പോയി. ഒരാൾ കൂടി പോയി, ചുവന്ന വട്ടപ്പൊട്ട് തൊട്ട സാരി ഉടുത്ത ഒരു സ്ത്രീ, ഒരു വനിതാ നേതാവ്. അവരുടെ പ്രത്യേകത 2024 പൊതു തെരഞ്ഞെടുപ്പിൽ തൊട്ടപ്പുറത്ത് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവരാണ് മത്സരിച്ചത്. CPIയുടെ നേതാവ് ആനി രാജ അവർ ആ ജാഥയിൽ പങ്കെടുക്കാണ്, രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കാണ്. രാജ്യത്തെ മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ? അവർ പറഞ്ഞു ഞാൻ രാഹുലിനെതിരെ മത്സരിച്ചിട്ടുണ്ട്, രാഹുലിനെ വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് ആണ്, ഞാൻ CPI കാരിയാണ്. അദ്ദേഹം കോൺഗ്രസ് ആണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാനാണ്. ഈ മനുഷ്യൻ പോയില്ല എന്ന് മാത്രല്ല, സാക്ഷാൽ പിണറായി വിജയന്റെ വായിൽ നിന്ന് നാളിതുവരെ വോട്ട് ചോരി എന്ന വാക്ക് നമ്മൾ ആരും കേട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾക്ക്? ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ വോട്ട് ചോരി.
ആ വോട്ട് ചോരി നടത്തിയിട്ടാണ് സുരേഷ് ഗോപി ഈ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് വിജയിച്ചു പോയത്. നിങ്ങളുടെ ഓമശ്ശേരി പഞ്ചായത്തിൽ വോട്ട് ചേർത്തില്ലേ? നിങ്ങള് വോട്ട് ചേർക്കാൻ പോയപ്പോ, അതിന്റെ ഹിയറിങ്ങിന് പോയപ്പോ ഓമശ്ശേരി പഞ്ചായത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിന്ദി സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വന്തമായിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല. ഇവിടുത്തെ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് ആ വോട്ട് ചേർത്തത്. എന്ന് വെച്ചാൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വീട്ടിലെ പട്ടിക്കും പൂച്ചക്കും ഒഴിച്ച് കള്ള വോട്ട് ചേർത്ത് BJPക്കാരൻ വിജയിച്ചു പോയപ്പോ അതിനൊത്താശ ചെയ്തു കൊടുത്ത ഒറ്റുകാരന് അക്ഷരം തെറ്റാതെ കേരളം വിളിക്കേണ്ട പേര് പിണറായി വിജയൻ എന്നാണ്. ഈ വോട്ട് ചോരിയെ കുറിച്ച് മൂപ്പരും മിണ്ടാത്തത് അതുകൊണ്ടാണ്. നിങ്ങളെ കോഴിക്കോട് കോർപ്പറേഷനില് ഇവര് വോട്ട് ചോരി നടത്തിയിട്ടുണ്ട്. അവിടെ ചാലപ്പുറം എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്, ഒരു ഡിവിഷൻ. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ അവസാനിപ്പിക്കുകയാണ്, 7000 വോട്ട്. തൊട്ടപ്പുറത്തെ മുഖദാർ നേരത്തെ ഉണ്ടായിരുന്നത് 8000 വോട്ട്. ഇവർ വാർഡ് വിഭജിച്ച് ഇപ്പോ ചാലപ്പുറത്ത് 4000 വോട്ട്, മുഖദാറിൽ 12000 വോട്ട്. എന്ന് വെച്ചാൽ ചാലപ്പുറത്ത് 3300 വോട്ടെടുത്ത് മുഖദാറിലേക്ക് മാറ്റുകയാണ്. അതിൽ 2900 മുസ്ലിം വോട്ടുകളാണ്. ആരെ കൈകാര്യം ചെയ്യാനാണെന്ന് ബോധ്യപ്പെട്ടോ നിങ്ങൾക്ക്? നിങ്ങളെ കൂടത്തായാലും ഇതെത്രയാ വാർഡ് നമ്പർ 1? ഇവിടെ എത്ര വോട്ടുണ്ട്? 1200 വോട്ട് ഇവിടെ. തൊട്ടപ്പുറത്തെ വാർഡിൽ ഒരു 4000 വോട്ട് വന്ന് അങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറത്ത് വോട്ട് 4000, തൊട്ടടുത്ത മുഖദാറിൽ വോട്ട് 12700. രാജ്യവ്യാപകമായി നരേന്ദ്രമോദി നടത്തുന്ന വോട്ട് ചോരി ഈ കേരളത്തിന്റെ മണ്ണിൽ സാക്ഷാൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിനൊക്കെ എന്ത് പരിഹാരം എന്നൊരു ചോദ്യമുണ്ട്. ആ പരിഹാരമാണ് സ്നേഹമുള്ളവരെ നിലാവിന്റെ അടയാളമുള്ള ആ കൊടി. 7.5 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നമ്മളും ശബ്ദമില്ലാത്തവരായിരുന്നു, സ്വപ്നങ്ങൾ കാണാൻ കണ്ണിൽ വെളിച്ചമില്ലാത്തവരായിരുന്നു, ആത്മവിശ്വാസമില്ലാത്തവരായിരുന്നു. ഇന്ന് ആസാമിലെ UPയിലെ മുസ്ലിങ്ങൾക്ക് നേരെ ആരോപണത്തിന്റെ ഏതൊക്കെ ചരങ്ങൾ നേരിടുന്നുണ്ടോ അതാകെയും രാജ്യം വിഭജിച്ചവർ എന്ന വിളിപ്പേര് നമ്മളും കേട്ടവരായിരുന്നു. ചരിത്രം ഇങ്ങനെ മെല്ലെ നടന്ന് 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോ ഈ രാജ്യത്തെവിടെ നിങ്ങൾ പരതിയാലും അഭിമാനത്തോടെ, നിർഭയരായി, സുരക്ഷിതരായി, അവകാശബോധത്തോടെ നാം ജീവിക്കുന്ന ഇടം ഈ കേരളമാണ് എന്ന് വന്നിരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് അവസാനമായിട്ടൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മളെപ്പോലെ അവർക്കും ആകാൻ കഴിയണ്ടേ? വീടിങ്ങനെ ബുൾഡോസർ ഇടിച്ച് തകർത്തുമ്പോ വാവിട്ട് നിലവിളിക്കുന്നവരായിട്ടല്ല. ഭക്ഷണത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനെ ഇഞ്ച ചവിട്ടും പോലെ ചവിട്ടി മെതിക്കുമ്പോ അരുത് എന്ന് പറയാൻ പോലും കഴിയാതെ നിശബ്ദരായി നിൽക്കുന്നവരായിട്ടല്ല, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരായിട്ടല്ല, നമ്മുടെ മക്കളെ പോലെ വിദ്യാഭ്യാസമുള്ളവരായിട്ട്, നമ്മളെപ്പോലെ നടുനിവർത്തി നിർത്താൻ ആർജവമുള്ളവരായിട്ട്, അവകാശബോധത്തോടെ സംസാരിക്കാൻ നാവുള്ളവരായിട്ട്, മഹാനായ CH പറഞ്ഞതുപോലെ അപരന്റെ അവകാശത്തിൽപ്പെട്ട ഒരു മുടിനാരിട പോലും കവർന്നെടുക്കാതെ, അവനവന്റെ അവകാശത്തിൽപ്പെട്ട ഒരു മുടിനാരിട പോലും വിട്ടുകൊടുക്കാത്ത അവകാശബോധത്തിന്റെ സംഘശക്തിയുടെ പുതിയ തീരങ്ങളിലേക്ക് അവരും വരണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ വരണമെങ്കിൽ അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയുക. ഈ കഴിഞ്ഞ 8 വർഷക്കാലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ട് 8 വർഷക്കാലം ആവുകയാണ്. ഈ 8 വർഷക്കാലം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ ദിനരാത്രങ്ങളുടേതായിരുന്നു. ഒരുപാട് നിലവിളികൾ നമ്മൾ ഈ കാലയളവിൽ കേട്ടു. 16 വയസ്സുള്ള, ഇവിടെ ഖുർആൻ ഓതിയ കുഞ്ഞുമോനെ പോലെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ, ഒരു തെറ്റും ചെയ്യാതെ ഒരു ട്രെയിനിൽ വെച്ച് കൊലക്കത്തിക്കരയായി മരണപ്പെടേണ്ടി വന്ന ജുനൈദിന്റെ ഉമ്മയുടെ നിലവിളി നമ്മൾ കേട്ടു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യ വളർന്ന് പെറ്റുപെരുകും, അവരെ ഇവിടുന്ന് ഓടിക്കണമെന്ന വംശീയമായ ഭീതിയിൽ നിന്ന് ഒരു 8 വയസ്സുകാരിയെ 16 പേർ ചേർന്ന് ക്രൂരമായി മാറി മാറി ബലാത്സംഗം ചെയ്ത് തലക്കടിച്ചു കൊലപ്പെടുത്തി ദേവദാരു ചെടികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ ക്രൂരമായ കത്വ സംഭവത്തെ കുറിച്ച് നമ്മൾ കേട്ടു. പൗരത്വ നിയമം നമ്മൾ അനുഭവിച്ചു. ആ സമരത്തിന് നമ്മൾ സാക്ഷിയായി. പൗരത്വ സമരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ 30 പേർ വെടിയേറ്റു മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു. ഡൽഹി വംശഹത്യക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു.
രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് ഈ രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ചെറ്റക്കുടലുകൾക്ക് നേരെ BJP സർക്കാരിന്റെ ബുൾഡോസറുകൾ ആർത്തലച്ച് വരുന്നത് നമ്മൾ കണ്ടു. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് എൻ്റെ പാർട്ടി, എവിടെയാണ് എൻ്റെ പാർട്ടിയുടെ MP-മാർ? അഭിമാന ബോധത്തോടെ ചങ്കത്തു കൈവച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾ ആരും വലിയ പ്രതാപികളല്ല, വലിയ നേതാക്കന്മാരല്ല. പക്ഷേ ആ ജുനൈദിന്റെ അരികിൽ, ആ കത്വയിലെ പെൺകുട്ടിയുടെ അരികിൽ, പൗരത്വ സമരകാലത്ത് ആ സമരത്തിന്റെ മുൻനിരയിൽ പൗരത്വ സമരത്തിന്റെ ഭാഗമായി BJP വെടിവെച്ചു കൊലപ്പെടുത്തിയ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും വീടകങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് ഓടിയെത്തിയിട്ടുണ്ട്. പഴി ഒരുപാട് കേട്ടല്ലോ നമ്മൾ കത്വ സംഭവത്തിന്റെ പേരില്. യൂത്ത് ലീഗുകാർ പണം പിരിച്ചു പുട്ടടിച്ചു എന്ന ആക്ഷേപം ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ പറഞ്ഞു നടക്കാണ്. നിങ്ങൾക്കറിയോ കത്വയിലെ പെൺകുട്ടിയുടെ കഥ? ഈ കേരളത്തിൽ ആർക്കും അറിയില്ല. ആ പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലെ വാദിയല്ല, ആ മനുഷ്യനല്ല ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പിതാവ്. ആ പെൺകുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ വേറെയുണ്ട്. ഈ കേസിലെ വാദിയായി നിൽക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അവരുടെ അഡോപ്റ്റഡ് ഫാദറാണ്. കുഞ്ഞുണ്ടായപ്പോ സഹോദരിക്ക് ദത്തു കൊടുത്തതാണ്. ആ സഹോദരിയുടെ വീട്ടിലാണ് വളർന്നത്. ആ സഹോദരിയുടെ ഭർത്താവാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളെ വളർത്തി വലുതാക്കിയത്. അവിടെ വച്ചാണ് കൊല്ലപ്പെട്ടത്. ഇതൊന്നും കേരളത്തിൽ ആർക്കും അറിയില്ല. ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. നമ്മൾ ആ കേസ് നടത്തിയവരാണ്. ആ കേസിന്റെ വിധി പറഞ്ഞ ദിവസം ഇനി എത്ര വർഷം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അവസാനത്തെ നിമിഷം ഈ ലോകത്ത് നിന്ന് എൻ്റെ പ്രാണൻ വേർപെട്ടു പോകുമ്പോഴും എൻ്റെ നേതാവ്, അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി CK സുബൈർ സാഹിബ്, എൻ്റെ ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അവരുടെ കൂടെ ആ കോടതി മുറിയുടെ മുറ്റത്ത് നിന്ന ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് പത്താൻകോട്ടിലെ കോടതിയിൽ ചെല്ലുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്താണ് അവിടുത്തെ പോലീസ് ഞങ്ങളുടെ വാഹനം നിർത്തിയത്. ആ 1 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ആ കോടതിക്കകത്ത് കയറിയത്. ആ കോടതി മുറി നിറയെ, ആ പരിസരം നിറയെ നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. കശ്മീരിൽ നിന്ന് വന്ന 2 ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ പ്രതികളെ വെറുതെ വിടുമ്പോ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ പ്രതികളുടെ ബന്ധുക്കൾ വന്നു നിൽക്കാണ്. ഈ മനുഷ്യനുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ പിതാവ്, അദ്ദേഹത്തിനൊരു ഫോണില്ല, അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വീടില്ല. ബക്കർവാൾ ഗോത്രത്തിൽപ്പെട്ടവരാണ്. സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. ആ കേസിന്റെ വിചാരണയ്ക്ക് കശ്മീരിൽ നിന്ന് പത്താൻകോട്ടിലേക്ക് അദ്ദേഹം വരേണ്ട തീയതികൾ നമ്മുടെ വക്കീലായിരുന്ന ആ കേസ് ക്രോഡീകരിച്ച അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖി അവിടെ ഒരു കടയിൽ വിളിച്ചു പറയും. ആ കടയിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ മനുഷ്യൻ വരാതിരിക്കില്ല. ആ ആടുകൾക്ക്, ആ പശുക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ വരുമ്പോ പറയൊരു ഫോണുണ്ട്, അദ്ദേഹം തിരിച്ചു വിളിക്കും. ഞങ്ങൾ വിളിച്ചറിയിച്ചു, പെട്ടെന്ന് എത്തണം, കേസിന്റെ വിധി പറയാൻ പോവാണ്. 2 ദിവസം പോലും ഞങ്ങൾക്ക് സമയം ലഭിച്ചില്ല. ആ പാവപ്പെട്ട പിതാവിന് 8ാമത്തെ വയസ്സ് വരെ തൻ്റെ പൊന്നുമോളെ പോലെ ചേർത്ത് പിടിച്ചു വളർത്തിയ, ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോ, അവളെ പോലൊരു പെൺകുട്ടിയെ കാണുമ്പോ അറിയാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അന്ന് ആ കോടതിയുടെ മുറ്റത്തെത്തിയില്ല. ആ ഉമ്മ വന്നില്ല, അവരുടെ കൂടപ്പിറപ്പുകൾ വന്നില്ല. പക്ഷെ അവൾക്ക് വേണ്ടി നീതി ചോദിക്കാൻ അവരുടെ ഉപ്പയുടെ സ്ഥാനത്ത്, കൂടപ്പിറപ്പിന്റെ സ്ഥാനത്ത്, രക്ഷിതാവിന്റെ സ്ഥാനത്ത് ആർത്തലച്ച് വിളിക്കുന്ന ആ സംഖ്യകൾക്ക് നടുവിൽ ആരെയും ഭയക്കാതെ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്, മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ആ പണം കട്ടു തിന്നേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. വളാഞ്ചേരിയിലെ പുല്ല് തിന്നുന്ന ജീവി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി കേട്ടോ, നിങ്ങളിപ്പോ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് എന്തിനാ? ലീഗിനെ മാന്താൻ, ലീഗിനെ ചൊറിയാൻ, ഞങ്ങളുടെ അരറാത്തൽ ഇറച്ചു തിന്നാൻ കൊതിക്കുമ്പോഴല്ലാതെ ആ പേര് കത്തുവയെന്ന് നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെയും പോയിട്ടുള്ളടോ. ചെന്നൈയിലെ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം സമാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ പോയത് അവിടേക്കാണ്. ആ പെൺകുട്ടിയുടെ ഇത്താത്താന്റെ കല്യാണം കഴിഞ്ഞു. പുറത്തു നിന്ന് അവർ, ആ കുടുംബം ക്ഷണിച്ച അതിഥികൾ ഞങ്ങളെ മാത്രമാണ് ഇപ്പോഴും വിളിക്കാറുണ്ട്. ആ കേസിന്റെ പുറകെയുണ്ട് യൂത്ത് ലീഗ്. നിങ്ങൾക്കറിയോ, അന്ന് ആ കേസിലെ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. ഒരാളുടെ മാത്രം വിചാരണ നടന്നില്ല. കാരണം ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ച ആ കേസിലെ പ്രതി, അയാൾക്ക് 18 വയസ്സോ തികഞ്ഞോ ഇല്ലയോ എന്നൊരു തർക്കം വന്നു.
ആദ്യം അത് തീരുമാനിക്കണം, എന്നിട്ട് ട്രയൽ പാടുള്ളൂ. കാരണം 18 വയസ്സ് പൂർത്തിയായാൽ നിയമം വേറെയാണ്, 18 വയസ്സിൽ താഴെയാണെങ്കിൽ നിയമം വേറെയാണ്. ഈ കഴിഞ്ഞ വർഷമാണ് രാജ്യത്തിന്റെ സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തത്. ആ കുറ്റകൃത്യം ചെയ്യുമ്പോ 8 വയസ്സുള്ള പൊന്നുമോളെ ഒരു ദേവസ്ഥാനത്തിട്ട് മാറി മാറി ഉപദ്രവിച്ചവൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ അവളെ കൊല്ലുമ്പോ പ്രതിക്ക് 18 വയസ്സ് പൂർത്തിയായി എന്ന് കോടതി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം. ഇപ്പൊ അവന്റെ വിചാരണ നടക്കാണ്. ഇതൊന്നും ഈ പുല്ലു തിന്നുന്ന ജീവിക്കറിയില്ല. ലീഗിന്റെ അരറാത്തൽ ഇറച്ചിക്ക് കൊതിക്കുന്ന ഈ മാംസതായികൾക്ക് അറിയില്ല. ഞങ്ങൾക്കറിയാം. ഇടാതെ ഞങ്ങൾ പിറകെയുണ്ട്. ഇപ്പോ ഫിറോസിനെതിരെ ഈഡിക്ക് പരാതി കൊടുക്കുന്നതാണ്. അന്ന് നമുക്കെതിരെ ഈഡിക്ക് പരാതി കൊടുത്തു. നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലേ പൈസ കട്ടവരെന്നാ? അതിനുവേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ച പൈസയുടെ ബാക്കി 14 ലക്ഷം രൂപ, 39-ൽ ബാക്കി കഴിച്ച് 14 ലക്ഷം കേസ് നടത്താൻ ചെലവായത്, വക്കീലന്മാർക്ക് കൊടുത്തത്, ആ കുടുംബത്തെ സഹായിച്ചത്, ഉന്നാവ പെൺകുട്ടിയെ സഹായിച്ചത്, അസൻസോളിലെ ഇമാമിന് കൊടുത്തത്, ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി 14 ലക്ഷം കോഴിക്കോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കിടപ്പുണ്ട്. ഒരു ഉപ്പ് എടുക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ? പരാതി കൊടുത്തതാ ഇടിക്ക്, അക്കൗണ്ട് മരവിപ്പിച്ചതാ. ഞങ്ങൾ പിരിച്ച പണം ഒരു ഭാഗത്ത് നിങ്ങൾ മരവിപ്പിച്ചിട്ടപ്പോഴും ഞങ്ങൾ ആ കേസ് മുടക്കിയിട്ടില്ല. ആ വീട്ടിലെ കാര്യങ്ങളിൽ ഞങ്ങൾക്കാവും പോലെ ഞങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് എന്നതുകൊണ്ടാണ്. ഇതിലൊന്നും സ്നേഹമുള്ളവരെ നിങ്ങൾ വീണു പോവരുത്. അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞു വെച്ചത്. ഇതാകെയും കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെയ്തു തീർത്ത കാര്യങ്ങളാണ്. ദേശീയ തലത്തിൽ നിങ്ങൾക്കറിയോ, രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹിയിൽ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ലോക് തന്ത്ര സംരക്ഷണ മാർച്ച് നടത്തി. കേരളത്തിൽ നിന്ന് ആകെ പങ്കെടുത്തത് 10 പേർ, തമിഴ്നാട്ടിൽ നിന്ന് ആകെ പങ്കെടുത്തവർ 3 പേർ. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളില്ലെങ്കിൽ പിന്നെ ലീഗിനെ വിടുന്ന ആള് എന്ന് ചോദിച്ച പത്രക്കാർക്ക് മുൻപിൽ നല്ല പച്ച കൊടി പിടിച്ച് കൈമുട്ടി ചുരുട്ടി ആവേശത്തോടെ മുട്ടിവാനിലേക്ക് എറിഞ്ഞ് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും സിന്ദാബാദ് വിളിക്കുന്ന ഉത്തർപ്രദേശിലെ, ഡൽഹിയിലെ, ഹരിയാനയിലെ നൂറുകണക്കിന് പ്രവർത്തകരെ ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഡൽഹിയുടെ തെരുവുകളിൽ അണിനിരത്തി. ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് വെറുതെ പോവല്ല. പഴയ വിത്തുണ്ട്. ബനാത്തുവാല സാഹിബ്, അഭിവന്ദനായ സേട്ടു സാഹിബ്, മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ്, അവരൊക്കെ എറിഞ്ഞുപോയ വിത്തുകളുണ്ട് ഉത്തരേന്ത്യയുടെ മണ്ണിൽ. അവരൊക്കെ നാട്ടിവെച്ചു പോയ ഒരു ചെറുതണലായി പച്ചപ്പതാകയുണ്ട് അവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ. ആ മനുഷ്യരെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കൂടത്തായിലെ ഓഫീസിന് കല്ലുപാകിയ എക്കാലത്തെയും മുസ്ലിം ലീഗിന്റെ അഭിമാനമായ നേതാവ് മഹാനായ CH-ന്റെ കരളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമുണ്ട്. ഒരു കാലം വരാനുണ്ട്. ആ കാലം കശ്മീരിന്റെ മഹാമുനമ്പിൽ നിന്നൊരാൾ മുസ്ലിം ലീഗ് എന്ന് വിളിക്കും. ഈ രാജ്യത്തിന്റെ മാറിലൂടെ അങ്ങനെ കണ്ണിമ പൊട്ടാതെ ആ മുദ്രാവാക്യം സഞ്ചരിക്കും. അപ്പോ കന്യാകുമാരിയുടെ മുനമ്പിൽ നിന്ന്, കന്യാകുമാരിയുടെ സാഗര മുനമ്പിൽ നിന്നൊരാൾ കശ്മീരിൽ നിന്നു കേട്ട മുസ്ലിം ലീഗ് എന്ന മുദ്രാവാക്യത്തിന് സിന്ദാബാദ് എന്ന് വിളിക്കും. അസേതു ഹിമാചലം, കശ്മീർ മുതൽ കന്യാകുമാരി വരെ പച്ചപ്പതാകയുടെ തണലെങ്ങനെ പാറി നടക്കും. അങ്ങനെ ഒരു കാലം കാണാൻ കൊതിയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ തലയാട്ടണം, ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു കാലം കാണാൻ കൂടത്തായിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഉണ്ടെന്ന് പറയണം. ഉണ്ട് എന്നാണെങ്കിൽ ചെറിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ നടക്കാണ്. ഇംദാദ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ആപ്പ് ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും വന്നിട്ടുണ്ട്. ഞാൻ പണം പിരിക്കാൻ വന്നവനല്ല, നിങ്ങളെ നിർബന്ധിക്കാനും വന്നവനല്ല. പക്ഷേ നമുക്ക് എത്ര വീട്ടിയാലും തീരാത്തൊരു കടമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ യത്തീംഖാന ഏതാണെന്നറിയോ നിങ്ങൾക്ക്? JDT ഇസ്ലാമാണ്. അത് തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? യത്തീം മക്കളെ പോറ്റാൻ ഗതിയില്ലാത്തൊരു ഭൂതകാലത്ത് നമ്മുടെ വെല്ലുപ്പമാർ ഭിക്ഷ തെണ്ടാൻ ഇറങ്ങി. യാചിച്ച് പഞ്ചാബിലെത്തിയപ്പോ അവിടുത്തെ കസൂരി സഹോദരന്മാർ നമുക്ക് കുറച്ച് പണം തന്നു. ആ പണം കൊണ്ടുവന്ന് യത്തീംഖാന ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ യത്തീം മക്കളെ പോറ്റിയത്. അവനാൻ്റെ യത്തീം മക്കളെ പോറ്റാൻ 10 പൈസ ഇല്ലാതിരുന്ന ഭൂതകാലത്തിൽ നിന്ന് വാരിക്കോരി ചെലവഴിക്കാൻ കഴിയുന്ന ഈ വർത്തമാനകാലത്തിൻ്റെ ഇസ്സത്തിലേക്ക് നമ്മൾ കൈപിടിച്ചു നടന്നത് ഈ പച്ചപ്പതാകയുടെ തണലിലാണ്. ആ കടം വീട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം
ഈ പച്ചപ്പതാകയുടെ തണലും ആ രാഷ്ട്രീയ സന്ദേശവും അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ക്യാമ്പയിൻ. നിങ്ങൾ ഇന്നു തന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കുടുംബസമേതം ആ ക്യാമ്പയിനിൽ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ സംഭാവന നൽകി രാജ്യമാകെ ഈ യുവജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പറയണം, ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഒരു പാട്ടും കൂടി ഇനി നടക്കാനുണ്ടോ? നിങ്ങളുടെ ഈ അസാമാന്യമായ ക്ഷമ കണ്ടപ്പോൾ എനിക്കത് തോന്നാതിരുന്നില്ല. ആ പാട്ട് ആരംഭിക്കാതെ നിങ്ങൾ പോവില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത്. എനിക്ക് ഏറെ ആദരവുള്ള, ഒരുപാട് ബഹുമാനമുള്ള, ഗുരുതുല്യനായി ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നാസർ ഫൈസി ഉസ്താദിൻ്റെ ക്ഷണമനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. ഒരു മണിക്കൂറെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വെറുതെ വിടരുത് എന്നെന്നോട് പറഞ്ഞതും അദ്ദേഹമാണ്. പ്രിയപ്പെട്ട ഉസ്താദിനോട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള സ്നേഹനിർഭരമായ ഈ ക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വട്ടം കൂടി അചഞ്ചലവും അസാമാന്യവുമായ നിങ്ങളുടെ ക്ഷമയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു ഷിബു.